എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റ് പോലെ ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടെസ്റ്റാണ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആദ്യം നിങ്ങളും ഉത്തരങ്ങൾ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ് ഉത്തരം ഡിസ്കസ് ചെയ്യുന്ന ഭാഗവും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓസ്കാർ 2023 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഓസ്കാർ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്, ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ആദ്യത്തെ ചോദ്യം അതാണ്. ഓസ്കാർ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? 2, ഓസ്കാർ 2023 മികച്ച നടി ആരാണ്? 2023 ഓസ്കാർ അവാർഡ്സിന് അർഹയായ മികച്ച നടി ആരാണ്? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ തടയുന്നതിന് 2012 കൊണ്ടുവന്ന നിയമം ഏത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചോദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെ ഉള്ള അതിക്രമങ്ങൾ തടയുന്നതിന് 2012 കൊണ്ടുവന്ന നിയമം ഏത്? 4, സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡിന് അർഹയായത് ആര്? സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡിന് അർഹയായത് ആര്? 5, ഗാന്ധി ഇർവിൻ സന്ധി നടന്നത് ഏത് വർഷമാണ്? ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാരണമാണ് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ആര് പങ്കെടുത്തത്? വട്ടമേശ സമ്മേളനത്തിന് ആര് പങ്കെടുത്തത്? ഗാന്ധിജി പങ്കെടുത്തത്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ചാപ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്നാണ് അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്ര വകുപ്പുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് റിവിഷൻ പോലെയാണ് 2 ചോദ്യം അതിൽ നിന്ന് ഇട്ടേക്കുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ എത്ര വകുപ്പുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LICയുടെ ഇടക്കാല ചെയർമാനായിട്ട് ചുമതലയേറ്റത് ആര്? ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, ലേറ്റസ്റ്റ് ചോദ്യമാണ്. LICയുടെ ഇടക്കാല ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? 10, വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? വൈറസ് എന്നതിൻ്റെ സൈബർ ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനിൽ നിന്നൊരു ചോദ്യമാണ്. വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? അപ്പോൾ ഇനി ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓസ്കാർ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ഓസ്കാർ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ഏതാണ്? എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്. ഓസ്കാർ 2023 മികച്ച നടി മിഷേൽ യോഹ് ആണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് 2012 കൊണ്ടുവന്ന നിയമം ഏത്? പോക്സോ ആണ്. പോക്സോ നിയമമാണ് 2012 കുട്ടികൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമം. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള അവാർഡിന് അർഹയായത് ആരാണ്? 4ാമത്തെ ചോദ്യം, ഗീതയാണ്. ഗീതയാണ് സംസ്ഥാനത്തെ മികച്ച കളക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വയനാട് ജില്ലാ കളക്ടറാണ്. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന ഏത് വർഷമാണ്? 1931 ഗാന്ധി ഇർവിൻ സന്ധി നടന്നത്. ഇത് കാരണമാണ് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധി പങ്കെടുക്കാൻ തയ്യാറായത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇതിൽ കൊടുത്ത് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി. 2005 പാസ്സാക്കിയതും നിലവിൽ വന്നതും 2005. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6 അധ്യായങ്ങളാണുള്ളത്. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 31. LICയുടെ ഇടക്കാല ചെയർമാനായി ചുമതലയേറ്റത് ആരാണ്? സിദ്ധാർത്ഥ് മൊഹന്തിയാണ് LICയുടെ ഇടക്കാല ചെയർമാനായിട്ട്, ഇൻ്ററിം ചെയർമാനായിട്ട് ചുമതലയേറ്റത്. 10ാമത്തെ ചോദ്യം, വൈറസിൻ്റെ പൂർണ്ണ രൂപം എന്ത്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീഗ് എന്നാണ് വൈറസിൻ്റെ പൂർണ്ണ രൂപം. എന്താണ്? വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീഗ്. ഇത്രയാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റിലെ ചോദ്യങ്ങൾ. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ റിവിഷൻ പോലെ 2 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും. 7 ഔട്ട് ഓഫ് 10 ആണ് ഇന്നത്തെ കട്ട് ഓഫ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.